Hi, good morning all. I am Madhya from S3 Electronics. I am here to take a seminar on topic constants in C. So in this topic, we are going to discuss what is a constant, different types of constant and how to create a constant, and about the symbolic constant and how can we change a variable into a constant. Okay, so what is a constant? During the program execution, the element which do not change the value is known as constants. So the value of constant is fixed. The constant value എപ്പോഴും എന്താണ് ഫിക്സഡ് ആയിരിക്കും. ബട്ട് വേരിയബിൾസ് ദേ ചേഞ്ച് ദ വാല്യൂ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. അല്ലേ, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ വാക്കിലുണ്ടാകും നമുക്ക് അതിൻ്റെ വാല്യൂ എപ്പോൾ വേണമെങ്കിലും വാരി ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ബട്ട് കോൺസ്റ്റൻറ്റ് ദേ ആർ ഫിക്സഡ്. ഓക്കെ, now next is types of constants. Mainly there are 6 categories. First one, integer constant. Second, real or floating point constants. Third, octal and hexadecimal constants. And fourth, character constants. Fifth, string constants. And the sixth, backslash character constants. These 6 are further divided. They are numeric and non-numeric constants. The first 3 constants are numeric constants, that are integer constant, real or floating point constant, octal and hexadecimal constants are numeric constants. Because if we want to process value, it will be a numeric constant. We are processing values through these 3 constants. And now the remaining 3 are non-numeric constants. Character constant, string constant, backslash character constants ഒക്കെ non-numeric constant ആണ്. കാരണം ഇതിലൂടെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ്. ഇഫ് യു വാണ്ട് ടു പ്രോസസ് ക്യാരക്ടർ, ഇറ്റ് വിൽ ബി എ നോൺ ന്യൂമറിക് കോൺസ്റ്റൻറ്റ്. സോ നൗ ലെറ്റ് us discuss how we can create a constant. Rules for constructing C constants. The first one, integer constants in C. നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റിനെയാണ് ഇൻറ്റീജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കുക കൺസ്ട്രക്ട് ചെയ്യാനുള്ള. ആൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ്. ഇറ്റ് മസ്റ്റ് നോട്ട് ഹാവ് എ ഡെസിമൽ പോയിൻറ്റ്. ഇറ്റ് ക്യാൻ എയ്തർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നോ കോമാസ് ഓർ ബ്ലാങ്ക്സ് ആർ അലൗഡ് വിത്തിൻ ആൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. ഇഫ് നോ സൈൻ പ്രിസീഡ്സ് ആൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് എന്തായാലും ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിൽ കാണണം. പിന്നെ ഡെസിമൽ പോയിൻ്റ് പാടില്ല. പിന്നെയോ പോസിറ്റീവും ആകാം നെഗറ്റീവും ആവാം. പിന്നെ എന്താ പറയുന്നത്? കോമാസ് ഓർ സ്പേസ് ആർ നോട്ട് അലൗഡ്. കോമയോ സ്പേസോ ഒന്നും പാടില്ല. പിന്നെ ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിന് ഇപ്പോൾ പറഞ്ഞില്ല പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. അപ്പം ഒരു വാല്യൂ ഇപ്പോൾ ഒരു 6 എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ 6 മാത്രമാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ദാറ്റ് 6 ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. ഇഫ് 6ന് മുമ്പിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് സൈൻ ഉണ്ടെന്നാണ്. അപ്പം സൈൻ തന്നിട്ടില്ലെങ്കിൽ നമ്മളത് പോസിറ്റീവായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ദെൻ ദ അലൗവബിൾ റേഞ്ച് ഫോർ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് ഈസ് -3268 to 32767. അതായത് -216 to 216 -1 32 ബിറ്റുള്ള ഒരു ഇതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ റേഞ്ച് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിൻ്റെ റേഞ്ച് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ്. ഓക്കെ, now next, integer constants are further divided into 3: decimal constants, octal constants and hexadecimal constants. അപ്പോൾ ഡെസിമൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസ് 10 ആയ നമ്പർ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നതാണ് ഡെസിമൽ കോൺസ്റ്റൻസ്. ഇറ്റ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ഉണ്ടാകാം. ഇറ്റ് കണ്ടെയ്ൻസ് ഡിജിറ്റ്സ് ഫ്രം 0 to 9 such as 1 1 1 1 2 3 4 അങ്ങനെ എന്ത് നമ്പർ ആവാം. ഓക്കെ, നെക്സ്റ്റ് octal constants, it contains digits from 0 to 7, that is base 8 ആയ നമ്പേഴ്സ്. ഇതിനും ഏതോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ഉണ്ടാവാം. പിന്നെ ഒക്ടൽ കോൺസ്റ്റൻസ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ആ നമ്പേഴ്സിൻ്റെ മുന്നിലായിട്ട് വാല്യൂസിൻ്റെ മുന്നിലായിട്ട് ഒരു 0 ഉണ്ടാവും. ഓൾവേസ് ഇറ്റ് ഈസ് പ്രൊസീഡഡ് ബൈ 0. അതായത് എക്സാമ്പിൾ 0 1 2 0 6 5. അപ്പോൾ 0 പ്രൊസീഡ് ചെയ്യുന്ന നമ്പറാണ് നമുക്ക് മനസ്സിലാവും അതൊരു ഒക്ടൽ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത്. ആൻഡ് നൗ തേർഡ്, ഹെക്സാഡെസിമൽ കോൺസ്റ്റൻറ്റ്, അതായത് ബേസ് 16 ആയ നമ്പേഴ്സ്. ഹെക്സാഡെസിമൽ സിസ്റ്റത്തിലനുസരിച്ച് ബേസ് 16 ആയ നമ്പറാണ്. കണ്ടെയ്ൻസ് എ ഡിജിറ്റ് ഫ്രം 0 to 9 ആസ് വെൽ ആസ് ക്യാരക്ടേഴ്സ് ഫ്രം A to 5, A to F.
Okay. These are always preceded by 0x. x സ്മോളും ആവാം ക്യാപിറ്റലും ആവാം. എക്സാമ്പിൾ 0x2, 0xBCD. അപ്പം ഹെക്സാഡെസിമൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 0യും ഒരു എക്സും ഉണ്ടാവും അതിൻ്റെ കൂടെ. ഓക്കെ. നൗ നെക്സ്റ്റ് റിയൽ കോൺസ്റ്റൻസ് ഇൻ സി. ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സിനെയാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. എ റിയൽ കോൺസ്റ്റൻറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ്. അപ്പോൾ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് റിയൽ കോൺസ്റ്റൻറ്റ്. വ്യത്യാസം എന്താ വെച്ചാൽ ഒരു ഡെസിമൽ പോയിൻ്റ് ഉണ്ടാവുന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം എ റിയൽ കോൺസ്റ്റൻറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ്. ഇറ്റ് മസ്റ്റ് ഹാവ് എ ഡെസിമൽ പോയിൻറ്റ്. ഇറ്റ് കുഡ് ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും ഡിജിറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ബട്ട് ദ മസ്റ്റ് ബി എ ഡിജിറ്റ് ആൻഡ് എ ഡെസിമൽ പോയിൻറ്റ്. ഒരു ഡെസിമൽ പോയിൻറ്റ് ഡിജിറ്റും വേണം നിർബന്ധം. പക്ഷേ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും ഡിജിറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ഇഫ് നോ സൈൻ പ്രൊസീഡ്സ് എ റിയൽ കോൺസ്റ്റൻറ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി പോസിറ്റീവ്. അപ്പം ഇതിൻ്റെ റൂൾസ് ആർ സെയിം ആസ് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്സ്. ഓക്കെ. No commas or space are allowed within a real constant. The example is 215.25, 330.95 and of course examples തന്നിട്ടുണ്ട്. The above examples are shown in decimal notation. Okay. A real number may also be expressed in exponential notation. So real constant can be written in 2 conditions, decimal notation and exponential notation. അതിൽ ഡെസിമൽ നൊട്ടേഷനാണ് ഇപ്പം നമ്മൾ പറഞ്ഞ 215.25 ഒക്കെ ഡെസിമൽ നൊട്ടേഷനാണ്. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ നൊട്ടേഷനാണ് നോക്കാനുള്ളത്. സോ എക്സാമ്പിൾ ഫോർ എൻ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ദാറ്റ് 215.25നെ നമുക്ക് 2.1525 E2 എന്ന് എഴുതാം എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ. ഓക്കെ. അപ്പോൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഒരു ജനറൽ ഫോം ഉണ്ട്, മെൻഡീസ ഇ എക്സ്പോണൻ്റ് എന്നിട്ടുള്ള. മെൻഡീസ പാർട്ടിനെയും എക്സ്പോണൻറ്റ് പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇ ഉണ്ടാവും. മെൻഡീസ പാർട്ട് ഇസ് എയ്തർ എ റിയൽ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ നൊട്ടേഷൻ ഓർ എൻ ഇൻറ്റീജർ നൊട്ടേഷൻ. ഓക്കെ. മെൻഡീസ പാർട്ട് ഒരു റിയൽ നമ്പറാണ് ഡെസിമൽ നൊട്ടേഷനിലോ ഇൻറ്റീജർ നൊട്ടേഷനിലോ റെപ്രസെൻറ്റ് ചെയ്തിട്ട്. പിന്നെ എക്സ്പോണൻറ്റ് പാർട്ട് ഒരു ഇൻറ്റീജർ നമ്പറാണ് വിത്ത് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ. ഓക്കെ. Exponential notation is useful for representing numbers that are either very large or very small in magnitude. ഒരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തത്. 75ൻ്റെ കൂടെ 9 zeros ആയിട്ട് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് 7.5 E10 ഓർ 75 E9. അതിൽ 7.5 എന്ന് പറയുന്നത് മെൻഡീസ പാർട്ട് ഓർ റിയൽ പൊസിഷനും റിയൽ പാർട്ടും, പിന്നെ 10 എന്ന് പറയുന്നത് എക്സ്പോണൻറ്റ് പാർട്ടുമാണ്. ഇതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇ കൊടുത്തത്. ഓക്കെ. നൗ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ്സ് ആർ നോർമലി റെപ്രസെൻറ്റഡ് ആസ് ഡബിൾ പ്രിസിഷൻ ക്വാണ്ടിറ്റീസ്. ഹൗവർ ദ സഫിക്സസ് എഫ് ഓർ എഫ് മേ ബി യൂസ്ഡ് ടു ഫോഴ്സ് സിംഗിൾ പ്രിസിഷൻ ആൻഡ് എൽ ഓർ എൽ ടു എക്സ്റ്റെൻഡ് ഡബിൾ പ്രിസിഷൻ. അപ്പോൾ എന്താ പറയുക, ഒരു വാല്യൂ, ഒരു വലിയ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂൻ്റെ കൂടെ ഒരു എൽ, സ്മോൾ ആവുക ബിഗ് ആവുക ആഡ് ചെയ്തിട്ട് ഡബിൾ പ്രിസിഷൻ ആക്കിയാൽ മതി. Okay. Now next is character constants. It is a single alphabet, a single digit or a single special symbol enclosed within single quotes. The maximum length of a character constant is 1 character. Example, ഒരു സിംഗിൾ കോട്ടിൽ 6 A N. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് 6, ആ സിംഗിൾ കോട്ടിൽ എഴുതിയ 6ഉം അല്ലാതെ നമ്മൾ കോഡ്സ് ഇല്ലാണ്ട് എഴുതുന്ന 6ഉം ഒരിക്കലും സെയിം അല്ല. സിംഗിൾ കോഡ്സിൽ എഴുതുന്ന 6 എന്ന് പറയുന്നത് ക്യാരക്ടറും, നമ്മൾ വെറുതെ 6 എന്ന് എഴുതിയാൽ അത് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റും ആകും. ഓക്കെ. പിന്നെ എന്താ പറയുക, വെറും എന്താ പറയുക കോട്ട് കഴിഞ്ഞാൽ, സിംഗിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലാങ്ക് സ്പേസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്സ് ഹാവ് ഇൻറ്റീജർ വാല്യൂസ് നോൺ ആസ് ആസ്കി വാല്യൂസ്. അതായത് ഇൻറ്റേർണലി നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റീജർ ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുക. Since each character constant represents an integer value, it's also possible to perform arithmetic operations. അപ്പം ഇൻറ്റീജർ വാല്യൂസ് ആയിട്ടാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാം. അതായത് ഇതാ സിംഗിൾ കോട്ട് A+1 മീൻസ് B. ഓക്കെ. Now next is string constants.
A string constant is a sequence of characters written inside a double quotation. അപ്പോൾ നേരത്തെ ക്യാരക്ടർ എന്താ സിംഗിളല്ലേ, അപ്പം സ്ട്രിങ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആണ്. ദ ക്യാരക്ടേഴ്സ് മേ ബി ലെറ്റേഴ്സ്, ആൽഫബറ്റ്, സ്പെഷ്യൽ സിമ്പിൾസ് ആൻഡ് ബ്ലാങ്ക് സ്പേസസ് എന്തും ആവാം. എക്സാമ്പിൾ ഇതാ ഹലോ, വെൽ ഡൺ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിംഗിൾ കോട്ടിൽ എഴുതുന്ന എ ഒരിക്കലും സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എയിനോട് ഈക്വൽ അല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഇക്വാലൻ ടു ദ സിംഗിൾ ക്യാരക്ടർ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് ഡബിൾ കൊട്ടേഷനിൽ എഴുതുന്ന എയിനോട് ഈക്വൽ അല്ല. ഇപ്പം എക്സാമ്പിൾ 12 എന്ന് പറഞ്ഞ നമ്പറാണ് വിചാരിക്കാം, അതൊരു വാല്യൂ ആണ്. പക്ഷെ നമ്മളിത് ഡബിൾ കോട്ട്സിൽ എഴുതുകയാണെങ്കിൽ അത് ഒരു വാല്യൂ അല്ല, അതൊരു ക്യാരക്ടറായി മാറുകയാണ്, ഒരു സ്ട്രിങ് ആയി മാറുകയാണ് അത്. ഓക്കെ, എ സിംഗിൾ ക്യാരക്ടർ സ്ട്രിങ് constant doesn't have an equivalent integer value with a character, while a character constant has an integer value. An example ആണ് ഇപ്പോൾ പറഞ്ഞത്. Okay, now next is \character constant. C supports some special \character constant that used in output functions. ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് യൂസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഓക്കെ, എ ലിസ്റ്റ് ഓഫ് \character constants is given. Each of them represents one character, although they consist of two characters. രണ്ട് ക്യാരക്ടേഴ്സിനെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ആർ നോൺ ആസ് എസ്കേപ്പ് സീക്വൻസ്. ഇപ്പോൾ ഒരു എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാൻ ഡിഫിക്കൾട്ട് ആയതിനെയാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ ദാറ്റ് മേ ബി ഡിഫിക്കൾട്ട് ഓർ ഇമ്പോസിബിൾ ടു റെപ്രസെൻറ്റ് ഡയറക്ട്ലി. ഇനി കുറച്ച് \character കോൺസ്റ്റൻസ് ആണ് തന്നത്. /a അതായത് ഓഡിബിൾ അലേർട്ട്, അതായത് ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാക്കും. ബി ബാക്ക് സ്പേസ്, അങ്ങനെ ഓരോന്നും ഫോം ഫീഡ്, ന്യൂ ലൈൻ, കാരേജ് റിട്ടേൺ, ഹൊറിസോണ്ടൽ ടാബ്, വെർട്ടിക്കൽ ടാബ്, സിംഗിൾ ക്വാട്ട്, ഡബിൾ ക്വാട്ട്, ക്വസ്റ്റ്യൻ മാർക്ക്, \null. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോൺസ്റ്റൻസ് ഇൻ സിയിൽ വരുന്ന കാറ്റഗറീസ്. 6 കാറ്റഗറീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് കോൺസ്റ്റൻ്റ് തന്നെയാണ്, ബട്ട് ഈ കാറ്റഗറീസിലുള്ളതല്ല. ദാറ്റ് ഈസ് സിംബോളിക് കോൺസ്റ്റൻസ്. ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് #define യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് സിംബോളിക് കോൺസ്റ്റൻസ്. ദീസ് ആർ സം സിമ്പിൾസ് ഓർ ലേബിൾസ് ദറ്റ് ഹോൾഡ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു സിമ്പിളിലൂടെ നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദ വാല്യൂസ് ഓഫ് ദിസ് കോൺസ്റ്റൻസ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇതും കോൺസ്റ്റൻറ്റ് തന്നെയാണ്, ചേഞ്ച് ചെയ്യില്ല. The symbolic constants are defined using the preprocessor directive #define. ഞാൻ പറഞ്ഞല്ലോ #define, അത് യൂസ് ചെയ്തിട്ടാണ്, ആ പ്രീപ്രോസസ്സർ യൂസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ സിൻടാക്സ് ആണ്, സിൻടാക്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ #define symbolic constant നെയിം വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് നമ്മളെപ്പോഴും ഇല്ലേ, ഇത് എഴുതുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ #define എഴുതുന്ന സമയത്ത് എന്താ പറയുക, ഹാഷ് ഈ ലൈനിലെ ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കണം. ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അങ്ങനെ വരാൻ പാടില്ല. ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കണം ആ ലൈനിൽ, ന്യൂ ലൈനിലെ ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹെഡ് ഓഫ് ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യാനാണ്. അതുപോലെ #define സിംബോളിക് കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഹാഷും ഡിഫൈൻഡും ഇടയിൽ ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ #define ഒരു സിംബോളിക് കോൺസ്റ്റൻറ്റ് നെയിമോ വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തത് #define max 80. മാക്സ് എന്നുള്ളതൊരു സിംബോളിക് കോൺസ്റ്റൻറ്റ് നെയിമാണ്, വാല്യൂ ഓഫ് ദ കോൺസ്റ്റൻ്റ് ആണ് 80. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിംബോളിക് കോൺസ്റ്റൻറ്റ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ നോക്കുക, റൂളൊന്നല്ല, എഴുതാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ആ സിംബോളിക് കോൺസ്റ്റൻറ്റ് ഒരു നെയിമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ മാക്സ് എന്ന് പറഞ്ഞ സിംബോളിക് നെയിം എവിടെ വരുന്നോ അവിടെയൊക്കെ 80 എന്ന വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ ഇതിൽ പറയാനുള്ളത് #define യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, പ്രീപ്രോസസ്സർ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കലും സെമിക്കോളൻ യൂസ് ചെയ്യരുത്. യൂഷ്വലി ഇൻ C പ്രോഗ്രാമിംഗ് സിംബോളിക് കോൺസ്റ്റൻസ് ആർ ഡിഫൈൻഡ് ജസ്റ്റ് അബവ് ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ മുമ്പായിട്ട് നമ്മളിതിനെ ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളാണ്, ഒരു പ്രോഗ്രാമാണ് കൊടുത്തത്. അതായത് ഏരിയ ഓഫ് ദ സർക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ കണ്ടില്ലേ #define pi 3.141593. ഓക്കെ, അപ്പോൾ അവിടെ ഏരിയ ഓഫ് ദ സർക്കിൾ πr² നമുക്കറിയാം. അപ്പം
പൈ എന്ന ഒരു സിംബോളിക് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂവിനെ അവിടെ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ പൈ എവിടെ വരുന്നു അവിടെ എന്ത് വാല്യൂ വരും? 3.141593 എന്നുള്ള വാല്യൂ വരും. അപ്പോൾ പൈ ഇൻറ്റു നമ്മൾ എളുപ്പത്തിന് വേണ്ടി പൈ ഇൻറ്റു റേഡിയസ് പൈ ആർ സ്ക്വയർ എന്നുള്ളതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പൈക്ക് പകരം ആ വാല്യൂ കയറി വരും. ഓക്കെ. Now next is the advantages of using symbolic constants. First one is understandability. It is easier to read and understand. ലിറ്ററൽസ് പോലെയൊന്നല്ല, നമുക്ക് വായിക്കാനും എന്താ പറയുക മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് മോഡിഫയബിലിറ്റി. If a constant value is given as symbolic constant, then if the value ever needs to be changed, it will only have to be changed on one line in the program where the symbolic constant is defined. സിംബോളിക് കോൺസ്റ്റൻറ്റ് എവിടെ ഡിഫൈൻ ചെയ്യപ്പെടുന്നു, ആ സിംബോളിക് പൊസിഷൻ എവിടെയാണോ അവിടെ ആ ഒരു പൊസിഷൻ പോയിട്ട് ചേഞ്ച് വരിക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ആ പ്രോഗ്രാമിനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് യു യൂസ്ഡ് ലിറ്ററൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് കോൺസ്റ്റൻറ്റ് ആൻഡ് യു വാണ്ടഡ് ടു ചേഞ്ച് ദ വാല്യൂ, you would have to track down every point in the program where the literal constant is used and make change at each such point. പക്ഷേ ലിറ്ററൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ആ ലിറ്ററൽസ് ഉള്ള ഓരോ പോയിന്റിലും പോയിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ സിംബോളിക് ആണെങ്കിൽ എന്താ പെർട്ടിക്കുലർ സിംബോളിക് പൊസിഷനിൽ പോയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. പക്ഷേ ലിറ്ററൽസ് ആണെങ്കിൽ നമ്മൾ ഓരോ പോയിന്റിലും പോയിട്ട് ചേഞ്ച് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റിയും മോഡിഫയബിലിറ്റിയും. Now next is rules. Symbolic constantsൻ്റെ കുറച്ച് റൂൾസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ, നമുക്ക് വായിക്കാം. സിംബോളിക് നെയിംസ് ഹാവ് ദ സെയിം ഫോം ആസ് വേരിയബിൾ നെയിംസ്. അതായത് ക്യാപിറ്റലിൽ എഴുതിയാൽ നല്ലത് എന്നുള്ള രീതി. നോ ബ്ലാങ്ക് സ്പേസ് ബിറ്റ്വീൻ ദ സൈൻ ഹാഷും ഡിഫൈൻ സൈൻ്റെയും ഇടയിൽ ബ്ലാങ്ക് സ്പേസ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഹാഷ് മസ്റ്റ് ബി ദ ഫസ്റ്റ് ക്യാരക്ടർ ഇൻ ലൈൻ. ലൈനിലെ ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കണം ഹാഷ്. എ ബ്ലാങ്ക് സ്പേസ് ഇസ് റിക്വയർഡ് ബിറ്റ്വീൻ ഹാഷ് ഡിഫൈൻ ആൻഡ് സിംബോളിക് നെയിം ആൻഡ് ബിറ്റ്വീൻ ദ സിംബോളിക് നെയിം ആൻഡ് കോൺസ്റ്റൻറ്റ്. ഹാഷ് ഡിഫൈൻ്റെയും സിംബോളിക് നെയിമിൻ്റെ ഇടയിൽ ഒരു ബ്ലാങ്ക് സ്പേസ് വേണം. കൂടാണ്ട് സിംബോളിക് നെയിമിൻ്റെയും കോൺസ്റ്റൻറ്റിൻ്റെ ഇടയിൽ ഒരു ബ്ലാങ്ക് സ്പേസ് വേണം. പക്ഷെ ഒരിക്കലും ഹാഷിൻ്റെയും ഡിഫൈൻ്റെയും ഇടയിൽ ബ്ലാങ്ക് സ്പേസ് വരാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, സെമിക്കോളൻ വരരുത്. ഹാഷ് ഡിഫൈനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും സെമിക്കോളനിൽ എൻഡ് ചെയ്യരുത്. സിംബോളിക് നെയിംസ് ആർ നോട്ട് ഡിക്ലെയർഡ് ഫോർ ഡാറ്റ ടൈപ്സ്. ഇറ്റ്സ് ഡാറ്റ ടൈപ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. അപ്പം സിംബോളിക് നെയിംസ് ഒരിക്കലും ഡാറ്റ ടൈപ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈപ്പ് ഓഫ് കോൺസ്റ്റൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് കോൺസ്റ്റൻറ്റിനെയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ, സിംബോളിക് നെയിംസ് ആർ ദ സെയിം ഫോം ആസ് ദ വേരിയബിൾ നെയിം. വേരിയബിൾ നെയിംസ് ഐഡൻറ്റിഫൈ നെയിം. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് റൂൾസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നൗ ലാസ്റ്റ്, ഡിക്ലെയറിങ് വേരിയബിൾ ആസ് എ കോൺസ്റ്റൻറ്റ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് വാരി, ഇറ്റ് ചേഞ്ചസ് ദ വാല്യൂ അല്ലേ. അപ്പോൾ ഒരു വേരിയബിളിനെ നമുക്ക് എങ്ങനെ കോൺസ്റ്റൻ്റ് ആയി ഡിക്ലെയർ ചെയ്യാമെന്നാണ് ലാസ്റ്റ് നോക്കണേ. ഒരു ദ കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ. ദ ക്വാളിഫയർ കോൺസ്റ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് എനി വേരിയബിൾ ടു സ്പെസിഫൈ ദാറ്റ് ഇറ്റ്സ് വാല്യൂ വിൽ നോട്ട് ബി ചേഞ്ച്ഡ്. വേരിയബിൾസ് ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് കോൺസ്റ്റൻറ്റ്സ് ബൈ യൂസിംഗ് ദ കോൺസ്റ്റ് keyword before the data type of the variable. The constant variables can be initialized once only. The default value of constant variables are 0. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു കോൺസ്റ്റ് എന്ന വേർഡ് നമ്മൾ ഡാറ്റ ടൈപ്പിന് മുന്നേ കൊടുക്കുകയാണെങ്കിൽ ആ വേരിയബിൾ ഒരിക്കലും ചേഞ്ച് ആവില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോഗ്രാമിൽ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റ് ഇൻറ്റ് ക്ലാസ് സ്ട്രെങ്ത് ഈക്വൽ ടു 40. അപ്പോൾ നമ്മളിപ്പം ആ കോൺസ്റ്റ് കൊടുത്തിട്ടില്ല, ഇൻറ്റ് ക്ലാസ് സ്ട്രെങ്ത് ഈക്വൽ ടു 40 എന്ന് മാത്രം കൊടുത്തെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ 40ൽ ചേഞ്ച് കൊടുത്ത് 45, 50 എന്നൊക്കെ ആക്കാം. പക്ഷേ ഈ കോൺസ്റ്റ് എന്ന ഈ ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ എന്തായി മാറിയിടും, കോൺസ്റ്റൻ്റ് ആയിട്ടിടും. പിന്നെ നമുക്ക് ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. വേറൊരു എക്സാമ്പിളാണ് കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈക്വൽ ടു 3.14. ഓക്കെ. ആൻഡ് ദ ഡിഫോൾട്ട് വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് ആർ 0. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, കോൺസ്റ്റൻറ്റ് എന്താ നോക്കി, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻറ്റ്സ്, പിന്നെ റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ദിസ് കോൺസ്റ്റൻറ്റ്, പിന്നെ സിംബോളിക് കോൺസ്റ്റൻറ്റ് എന്താ നോക്കി, അതിൻ്റെ റൂൾസ്, അത് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. കൂടാണ്ട് ലാസ്റ്റ് നമ്മൾ ഒരു വേരിയബിളിനെ എങ്ങനെ കോൺസ്റ്റൻ്റായി ഡിക്ലെയർ ചെയ്യാൻ നോക്കി, കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട്. Okay, and that's all for today's seminar topic. Okay, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
Okay, thank you.